നെല്ലിക്കുഴി ഗ്രാമത്തിലെ കനാലുകളുടെ അവസ്ഥയാണിത്. വർഷകാലമായതോടെ അഴുക്ക് പിടിച്ച് വേസ്റ്റുകൾ തള്ളുന്ന ഇടമായി മാറി. ഇതുകൂടാതെ വീടുകളിൽ നിന്നും നെല്ലിക്കുഴി ടൗണിലെ കടകളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളത്തിന്റെ പൈപ്പുകൾ ഈ കനാലിലാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. കനാലിനോട് ചേർന്നുള്ള കിണറുകളിൽ ഈ മാലിന്യജലം ഒലിച്ചെത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള കിണർ വെള്ളവും പൈപ്പ് വെള്ളവുമാണ് വീടുകളിലും കടകളിലും ഉപയോഗിക്കുന്നത്. ഈ കാരണമാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അന്വേഷണങ്ങൾക്കൊക്കെ വരുന്നുണ്ട് മഞ്ഞപ്പിത്താണ്, പക്ഷേ കനാലിലൊക്കെ ചെളി പോരോ യാതൊന്നും ചെയ്യാണ്ട് പിന്നെ മഞ്ഞപ്പിത്താന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അന്വേഷണത്തിന് ഇട്ടിട്ട് കാര്യമല്ലോ. കനാലുകൾ വൃത്തിയാക്കാൻ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. 55 വർഷക്കാലമായി കിണർ വെള്ളം ഉപയോഗിക്കുന്ന 85 വയസ്സുള്ള ഈ വല്യമ്മയ്ക്ക് ഇപ്പോൾ ഭയമാണ്. നെല്ലിക്കുഴിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ തന്റെ മക്കൾക്കും ഈ ഗതി വരുമോ എന്ന ചിന്തയിലാണിവർ. എല്ലായിടത്തും മഞ്ഞപ്പിത്തമുണ്ട്. അടുത്തുണ്ട് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങളുടെ കൊച്ചുങ്ങളും വരാതിരിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടും പ്രയോജനമുണ്ടോ? മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള സാഹചര്യം തേടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന അധികാരികൾ ആദ്യം ചെയ്യേണ്ടത് കനാലുകൾ വൃത്തിയാക്കേണ്ടതാണ്. കുളിക്കാനും കുടിക്കാനും കൃഷിക്കും ആവശ്യമായ ജലമാണിത്. അധികാരികൾ എന്നും എത്തുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഡേയ്സിനോടൊപ്പം VS ഹൈദരലി, റിപ്പോർട്ടർ, ഇടുക്കി.